എല്ലാവരും നമ്മുടെ ഓറിയന്റേഷൻ സെഷൻസിന്റെ ഇന്നത്തെ 9ാമത്തെ സെഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ സെഷൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇനി എന്ത് പ്ലാൻ ചെയ്യണം, ഇനി എങ്ങോട്ട് മൂവ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു ക്ലിയർ പാത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനുള്ള ഒരു സെഷനാണ് ഇന്നത്തേത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷൻ, നിങ്ങളിപ്പോ ഡിഗ്രി ഓർ പി ജി അല്ലെ, എക്കണോമിക്സിൽ ഡിഗ്രി ഓർ പി ജി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞാലും പി ജി കഴിഞ്ഞാലും ഒക്കെ ഈ ഒരു സബ്ജക്റ്റിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലേക്ക് നമുക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വിധത്തിൽ നമുക്ക് ജോലി സാധ്യതകളുണ്ട്, അതല്ലെങ്കിൽ പ്രൊഫഷണലി നമുക്ക് ഇത് എങ്ങനെയൊക്കെ ആക്കിയെടുക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇന്ന് അഖിൽ കെ ഒ എന്ന് പറയുന്ന ഫാക്കൽറ്റി ആണുള്ളത്. ആള് നെറ്റും JRF-ഉം ക്വാളിഫൈഡ് ആണ്. ഇപ്പോ വരാത്തതിന് അതിന്റെ കൂടെ തന്നെ ഇപ്പോ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്കൽറ്റി കൂടെയാണ് നമ്മുടെ അഖിൽ കെ ഒ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ റെസ്പെക്റ്റോട് കൂടെ തന്നെ നമ്മുടെ ഫാക്കൽറ്റിനെ വെൽക്കം ചെയ്യാണ്. മിസ്റ്റർ അഖിൽ കെ ഒ, ഓവർ ടു യു സർ. ഓക്കെ, ആദ്യം ലേൺ വൈസിന് സുനീറയ്ക്ക് വെൽക്കത്തിന് ഒരു നന്ദി. പിന്നെ ലേൺ വൈസ് ടീമിനും പിന്നെ എന്നെ ഇതിലേക്ക് കണക്ട് ചെയ്ത് തന്ന തേഴ്സിന്, എൻ്റെ ജൂനിയർ ആയിട്ട് ഇവിടെ പഠിച്ചിട്ടുള്ള കുട്ടിയാണ്, ആർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എനിക്കറിയാം ഇഗ്നോയിലെ ഡിസ്റ്റൻസ് ആയിട്ട് UG അണ്ടർ ഗ്രാജുവേറ്റ് BA എക്കണോമിക്സ് MA എക്കണോമിക്സ് ആണ് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ ചിലപ്പോൾ ഫസ്റ്റ് ഇയർ ആകാം, ചിലർ സെക്കൻഡ് ഇയർ ആകാം. സെമസ്റ്റർ വൈസ് ആണെന്നുണ്ടെങ്കിലും ഇയർ വൈസ് സെക്കൻഡ് ഇയറിൽ തേർഡ് ഇയറിലാവാം, അങ്ങനെയൊക്കെ ആവാം. ഈ എക്കണോമിക്സ് നിങ്ങളിപ്പോ ആരെങ്കിലും സജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആവും എക്കണോമിക്സ് എന്നുള്ള ഓപ്ഷൻ ഡിസ്റ്റൻസ് ആയിട്ട് ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തിച്ചേരാം, എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളത് ചിലർക്ക് നന്നായിട്ട് അറിയണ്ടാവും, പക്ഷെ ചിലർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ കോമൺ ആയിട്ട് എനിക്കും, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നും എൻ്റെ ഇത്രയും കാലത്തെ എക്കണോമിക്സ് പഠിച്ചൊരു, ഞാൻ ഡിഗ്രിയും PG-യും പിന്നെ MPhil-ഉം എക്കണോമിക്സിൽ കഴിഞ്ഞ് ഇപ്പോൾ PhD പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്നുള്ള എല്ലാ കണക്ഷനും വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ എക്സാമുകൾ ഉണ്ട്, കരിയറിൽ എത്രത്തോളം എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റും, പഠനം കൊണ്ട് BA എക്കണോമിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ MA കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത്, ആ രീതിയിൽ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ആകാൻ പറ്റും എന്നുള്ളതും, പ്ലസ് ഇപ്പോൾ MA എക്കണോമിക്സ് കഴിഞ്ഞാൽ തന്നെ അടുത്തത് വിദേശത്തുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ചെയ്യാനും റിസർച്ച് ചെയ്യാനും അക്കാഡമിക്കലി എംപ്ലോയ്മെന്റിന്റെ സാധ്യതകൾ എന്താണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണെന്ന് വിചാരിക്കുന്നു, മലയാളം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഒരു സ്ലൈഡിന്റെ സഹായത്തോടെ ഞാനൊരു സ്ലൈഡ് ഓപ്പൺ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി വിഷ്വലി നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും പറ്റും. നമുക്കൊരു ഇന്ററാക്റ്റീവ് രീതിയിൽ ക്ലാസ് എടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ സ്ക്രീനിൽ നമുക്ക് ടൈറ്റിൽ അറിയാം, ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് ആൻഡ് കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. ഈ ലേൺ വൈസ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫ്യൂച്ചർ നമുക്ക് എക്കണോമിക്സും BA എക്കണോമിക്സും MA എക്കണോമിക്സും പഠിച്ചുള്ളവർക്കുള്ള ഫ്യൂച്ചർ കരിയർ ഗൈഡൻസിനെ കുറിച്ചാണ്. അപ്പൊ അത് നമ്മൾ സ്ലൈഡും ഇതും വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇടയ്ക്ക് ചോദിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ പ്ലാൻ ചെയ്ത പോലെ ലാസ്റ്റ് ആണ് ഇന്ററാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എക്കണോമിക്സിൽ നിങ്ങൾ UG-യും PG-യാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ UG-യും PG-യും പഠിക്കുമ്പോൾ, നമ്മൾ ഏത് സെമസ്റ്ററിൽ പഠിക്കുമ്പോഴും എക്കണോമിക്സ് എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ അറിയേണ്ടത്, എന്താണ് എക്കണോമിക്സ്. ഇപ്പോൾ നമ്മൾ UG അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, 2 പ്രോഗ്രാമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ UG PG അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. അപ്പോൾ UG-യിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മൾ +2-ൽ പഠിച്ചിരുന്നു, കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ട് എക്കണോമിനെ കുറിച്ച് പഠിക്കുന്നു. ഈ 2 കോഴ്സുകളും UG PG നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമുക്ക് എന്താണ് കൂടുതലായിട്ട് നമ്മൾ എക്കണോമിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, എക്കണോമിക് ഫംഗ്ഷൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ UG PG നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്കറിയാം നമ്മളെ പത്രത്തിൽ വരുന്ന ഇൻഫ്ലേഷൻ, ആ വാക്ക്, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, മീൻസ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, ഇൻഫ്ലേഷൻ, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് അറിയുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ബജറ്റ് പ്രസന്റ് ചെയ്തു, അപ്പൊ ബജറ്റിൽ പണം അലോക്കേറ്റ് ചെയ്തു എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പണ്ടത്തെ കാലത്ത് ബജറ്റും ഇൻഫ്ലേഷനും എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് നമ്മുടെ ചെവിയുടെ ഉള്ളിൽ കൂടി, ഇത് കൂടി ഒരു ചെവി കൂടി പോയി ഒരു ചെവി കൂടി പുറത്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ നമ്മളിത് പഠിച്ചെടുക്കുന്നതോടുകൂടി, നമ്മൾ എക്കണോമിക്സിനെ കുറിച്ച് അറിയണത് കൂടി നമ്മൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച്, എന്താണ് ഇൻഫ്ലേഷൻ, എന്താണ് അൺഎംപ്ലോയ്മെന്റ്, ഇതിന്റെ എങ്ങനെയാണ് ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ബജറ്റ് അലോക്കേഷൻ, ബജറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇപ്പൊ ഓരോ അങ്ങനത്തെ കുറെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പണ്ടത്തെ നമ്മളതിൽ നിന്ന് വെച്ച് ഇത് പഠിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ
ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ എങ്ങനെയാണ് ഒരു എക്കണോമി വർക്ക് ചെയ്യുന്നത്, ഇപ്പൊ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് റിലേഷൻഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ എക്കണോമിക്സ് പഠിക്കുന്നത് കൊണ്ട് സഹായിക്കും. അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ എ ഐ വന്നപ്പോ എ ഐ എംപ്ലോയി ഈ ലേ ഓഫ് എന്നുള്ള സിറ്റുവേഷൻ വന്നു. എയും കുറെ എയുടെ മുന്നേ നമ്മുടെ കോഡ് വന്നപ്പോഴും കുറെ ആളുകളുടെ തൊഴിൽ പോയി. പക്ഷെ എ ഐ വരുമ്പോഴും കുറെ തൊഴിൽ പോകും എന്ന് പറയുന്നു. പക്ഷെ എയിൽ നിങ്ങൾക്കറിയാം ഏറ്റവും നമ്മളിപ്പോൾ കൂടുതലായിട്ട് അറിയുന്നത് ഒരു ChatGPT എന്നുള്ളതാണ്. ChatGPT 4.0 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്ന സമയത്താണ് ഡീപ് സീക്ക് എന്നുള്ളത് വന്നിട്ടുള്ളത്. അങ്ങനെ ഡീപ് സീക്ക് വന്നപ്പോൾ എന്താണ് അമേരിക്കൻ ട്രേഡ് മാർക്കറ്റിൽ കുറെ നഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്കണോമിക്സും എക്കണോമിനെ കുറിച്ചും നന്നായിട്ട് അറിയണം. ഈ ഒരു അറിവിന് നിങ്ങൾ ഈ UG PG എന്നുള്ളത് വളരെയധികം സഹായിക്കും. പ്ലസ് നിങ്ങൾ എന്തുകൊണ്ടും തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇഗ്നോയിന്റെ ആണ്. ഇഗ്നോ മറ്റ് ഡിസ്റ്റൻസ് കോഴ്സുകളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല സ്റ്റാൻഡേർഡിൽ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്ത് നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ എക്സാമും കാര്യങ്ങളും അസൈൻമെന്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതും ഇഗ്നോ തന്നെയാണ്. അത് നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ. ദെൻ ഇത് പഠിക്കുന്നതോടുകൂടി എക്കണോമിക് ഗ്രോത്ത് എന്താണ്, ഗ്രോത്ത് എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണ്. ഇപ്പൊ നമ്മൾ 10ാം ക്ലാസ് തൊട്ട് പഠിക്കാറുണ്ട്, നമ്മൾ ഇന്ത്യ ഒരു എക്കണോമിക് ഡെവലപ്പിംഗ് കൺട്രിയാണ്, അമേരിക്ക ഡെവലപ്ഡ് ആണ്. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്താണ് ഇന്ത്യ ഡെവലപ്പ് ആകാനുള്ള പ്രയാസം, എന്തൊക്കെയാണ് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് അമേരിക്കയിലുള്ള മെച്ചങ്ങൾ, ഈവൻ ചൈനയുടെ കേസിൽ സൗത്ത് ആസിയാൻ കൺട്രീസ് അങ്ങനത്തെ അവിടുത്തെ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ, സ്കാൻഡിനേവിയൻ കൺട്രീസ് ഒക്കെ റിച്ച് ആയി നിൽക്കാനുള്ള കാരണങ്ങൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ ക്ലാസ് റൂമിൽ ടീച്ചർ എടുക്കുമ്പോൾ ചിലപ്പോൾ ഡിമാൻഡ് സപ്ലൈയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാവും എടുക്കുക. പക്ഷെ അതിന് ഉപരി നമുക്ക് വായിച്ചും അങ്ങനത്തെ കാര്യങ്ങളും ഇന്റർപ്രറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ക്ലാസ്സും ഇത് പഠിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. അപ്പൊ എക്കണോമിക്സ് BA എക്കണോമിക്സ് പഠിച്ച ഒരു കുട്ടി BA എക്കണോമിക്സ് നിങ്ങൾ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ, ഒന്ന് എന്നുള്ളത് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ആണ് ഓപ്ഷൻ. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് MA എക്കണോമിക്സ് പോകാം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള BA എക്കണോമിക്സ്, MA എക്കണോമിക്സ്, MA എക്കണോമിക്സിന് ശേഷം PhDക്ക് പോകാം. MPhil ഇപ്പോൾ ഇല്ല. അങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ പോകാം. അല്ല BA മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ BA പഠിച്ചതിന് ശേഷം മിനിമം ഒരു മാർക്ക് ഉണ്ട്. നമുക്ക് ഏത് ഡിസ്റ്റൻസ് ആണെങ്കിലും റെഗുലർ ആണെങ്കിലും നമുക്ക് 55% ഹയർ എഡ്യൂക്കേഷൻ പോകാനുള്ള മിനിമം പെർസെൻറ്റേജ്. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് എടുക്കണം. ഇതിൽ ഏറ്റവും ടോപ്പ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയോ ഇല്ലെന്ന് അറിയില്ല. ഇഗ്നോയിൽ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങുന്ന ആൾക്ക്, ആ ഒരു ബാച്ചത്തെ ആൾക്ക് ഗോൾഡ് മെഡൽ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള അവസരം ഉണ്ട് കേട്ടോ. അത് ഓർത്ത് വെക്കുക. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങാവുന്നതാണ്. ഇഗ്നോന്റെ മെറ്റീരിയൽ ലേൺ വൈസിന്റെ ഫോളോ ചെയ്യുക. പ്ലസ് നിങ്ങൾ ഒരു ബുക്കും കൂടി റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് സാധിക്കും. താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ BA പഠിച്ചൊരു കുട്ടി അവിടെ പഠിത്തം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ BA എക്കണോമിക്സ്, MA എക്കണോമിക്സ് അങ്ങനെ പോകാം. പക്ഷേ ഞാനിവിടെ പറയുന്നത് കരിയർ എംപ്ലോയ്മെന്റിന്റെ ചാൻസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ BA എക്കണോമിക്സിൽ പോകുന്ന ഒരു കുട്ടിക്ക് BA കഴിഞ്ഞിട്ട് B.Ed എടുത്തു കഴിഞ്ഞാൽ ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാം. B.Ed എടുത്തു കഴിഞ്ഞാൽ B.Ed എടുക്കുന്നതോടുകൂടി B.Edഉം പിന്നെ ടീച്ചിങ്ങിനെ സഹായിക്കുന്ന കുറച്ച് എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ KTET എന്നുള്ള കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ KTETും കാര്യങ്ങളും പാസ്സായി കഴിഞ്ഞാല് UP സ്കൂളും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും നിങ്ങൾക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിന് UP പഠിപ്പിക്കാൻ KTETന്റെ കാറ്റഗറി 2ഉം ഹൈസ്കൂളിന് കാറ്റഗറി 3ഉം ഹയർ സെക്കൻഡറിന് സെറ്റ് എന്നുള്ളൊരു എക്സാം ഉണ്ട്. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇതിൽ 2 ഓപ്ഷനാണ് കേരളത്തിലുള്ളത്. ഒന്ന് എയ്ഡഡ് കോളേജിൽ, നമുക്ക് എയ്ഡഡ് സ്കൂളിൽ കയറാം. ചിലയിടത്ത് പൈസ വാങ്ങിയിട്ട് ബ്രൈബ് അങ്ങനെ കയറാം. അല്ലാതെ ഓർഫനേജ് സ്കൂളുകളൊക്കെ അല്ലാതെ കയറാനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഏകദേശം സാലറി നമുക്കൊരു 40,000 ടു, ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് 50 UP എന്ന് പറയുന്നത് ഒരു 35-40 സ്റ്റാർട്ട് ചെയ്യും. ഒരു പെട്ടെന്ന് വർഷം കഴിയുന്നതിനനുസരിച്ച് ഇൻക്രിമെന്റ് ഉണ്ടാകും. റിട്ടയർഡ് ആകുന്ന സമയത്തൊക്കെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർക്ക് 1,20,000, 1,30,000 വരെ സാലറി. ഈവൻ പ്രിൻസിപ്പൾ ആയിട്ട് വിരമിക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും കിട്ടും. ഇതാണ് ടീച്ചിങ്ങില് എക്കണോമിക്സ്. ഇത് BA എക്കണോമിക്സ് പഠിച്ച കുട്ടിക്ക് അപ് ടു UP വരെ പറ്റുള്ള, UP ഹൈസ്കൂൾ വരെ പറ്റും. ഡിഗ്രി അല്ല, UP ഹൈസ്കൂൾ, UP ഹൈസ്കൂള്. ദെൻ ഹയർ സെക്കൻഡറി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ BA MA പ്ലസ് സെറ്റ് എന്നുള്ള എലിജിബിലിറ്റി
സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഇതും ഒബ്ജക്റ്റീവ് ആണ്. വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന 2 എക്സാം ആണ് ഇത്. ഏറ്റവും ഈസി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ റിസ്ക് ഫ്രീയും ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മളെ നാട്ടിൽ തന്നെ ജോലി വേണമെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ നാട്ടിൽ തന്നെ ജോലി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി നോക്കാം. നമുക്ക് നമ്മളെ ജില്ലയിൽ തന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ LP UP മതി. അത് ജില്ലാ വൈസിലാണ് നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുക. ഹയർ സെക്കൻഡറിയിലും കുറെ കാലത്തിന് ശേഷം നമ്മളെ ഹോം മീൻസ് നമ്മൾ എവിടെയാണുള്ളത് അവിടെ അതിൻ്റെ അടുത്തുള്ള സ്കൂളുകളിൽ കിട്ടും. ഇതാണ് ടീച്ചിങ്ങിലെ സ്കൂൾ ലെവലിലുള്ള സാധ്യതകൾ. ദെൻ ഹയർ എഡ്യൂക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ BA കഴിഞ്ഞാൽ MA എക്കണോമിക്സ്, BA കഴിഞ്ഞ് കഴിഞ്ഞാൽ MA എക്കണോമിക്സ്, MA കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ B.Ed എന്നുള്ള സ്ട്രീം പറഞ്ഞു, B.Ed ഇല്ല അങ്ങനെയല്ല പോകേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PhDക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. PhD ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ PhD എടുത്താൽ മാത്രമേ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോ IIT-കളില് IIM-കള് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, IIT IIM-കള് ഐസർ അങ്ങനത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകരായിട്ട് കോളേജിലത്തെ ടീച്ചറിനെ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നാണ് പറയുക. അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ പോകണം. ഇതിൽ MA കഴിഞ്ഞ് കഴിഞ്ഞാൽ BA MA നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഈ ടെസ്റ്റ് പാസ്സായാൽ BA MA നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് കോളേജിലും നമുക്ക് അപ്ലൈ ചെയ്യാം. കേരള PSC കേരള കോളേജിയേറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻ ഉണ്ട്. ആ എക്സാമിനേഷനിൽ നല്ല റാങ്ക് വന്നു കഴിഞ്ഞാൽ 20-30 റാങ്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറാൻ പറ്റും. പിന്നെ ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ അവിടെ അറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, അങ്ങനത്തെ യൂണിവേഴ്സിറ്റി പ്ലസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, IIT അവിടെയൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ ഈ നെറ്റും വേണം പ്ലസ് PhD വേണം. 2009 ശേഷമാണ് നിങ്ങൾ PhD എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ, PG കഴിഞ്ഞ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റും വേണം PhDയും വേണം. ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. അത് ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് കൂടുതലും വരാറുള്ളത്. കാരണം PhD ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ 30 മാർക്ക് കിട്ടും. അത് ഓർത്ത് വെക്കുക. അപ്പോൾ PhD ഉണ്ടെന്നുണ്ടെങ്കിൽ, PhD ഇല്ലാതെയും അവിടേക്ക് എലിജിബിൾ ആവാം. പക്ഷെ നമ്മൾ PhD ഉള്ള ആൾക്കാർ, ഇപ്പൊ നമ്മൾ 5 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ PhD ഉള്ള ആളും ഇല്ലാത്ത ആളും വരുമ്പോൾ ആ 30 മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ടാവും. PhD വേണ്ടത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും പഠിപ്പിക്കാനാണ്. ഗവൺമെന്റ് കോളേജിൽ പഠിപ്പിക്കാൻ നെറ്റ് MA നെറ്റ് മാത്രം മതി. എന്നിട്ട് കേരള PSCന്റെ കോളേജിയേറ്റ് എക്സാമിനേഷൻ പാസ്സായാൽ മതി. അതിനുള്ള ക്വാളിഫിക്കേഷൻ MA വിത്ത് നെറ്റ് ആണ് കേട്ടോ. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ റിസർച്ചിനാണ് നിങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് PhD ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം തോന്നുകയാണെന്നുണ്ടെങ്കിൽ PhDക്ക് ജോയിൻ ചെയ്യാം. PhDക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഈ നെറ്റ് എക്സാമിനേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുറെ ഫെലോഷിപ്പുകളും ഗവൺമെന്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തരും. ഇഷ്ടം പോലെ കോടിക്കണക്കിന് ഫണ്ടാണ് PhD ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നത്. അതിൽ ഒന്നാണ് മെയിൻ ആയിട്ടുള്ളതാണ് നെറ്റ് JRF നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. നമ്മൾ എഴുതും, നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളേജിൽ പഠിപ്പിക്കാം. ആ നെറ്റ് എക്സാമിൽ കുറച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫ് ഒരു ഹൈ കട്ട് ഓഫ് ആണ്. അതിലൊരു 70% കൂടുതലൊക്കെ പെർസെൻറ്റേജ് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് JRF കിട്ടും. JRFന്റെ ഫുൾ ഫോം ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്നാണ്. അത് ഏകദേശം 37,000 രൂപയാണ് മാസം കിട്ടുന്നത്. 37,000 രൂപ റിസർച്ച് ചെയ്യാൻ കിട്ടും. അപ്പൊ നിങ്ങൾ ആ നെറ്റ് എഴുതുമ്പോൾ JRF ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും, ഒരു 90% ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഡയറക്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് എൻട്രൻസ്, അവിടുത്തെ PhDക്കുള്ള എൻട്രൻസ് ഒന്നും എഴുതണ്ട. പിന്നെ JRFന്റെ തൊട്ട് താഴെ കിടക്കുന്നതാണ് നെറ്റ്. JRF മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടും. നെറ്റിന്റെ തൊട്ട് താഴെയുള്ള ഇപ്പോൾ ഈ ന്യൂ എക്കണോമിക് പോളിസിയിൽ വന്നിട്ടുള്ളതാണ് ക്വാളിഫൈഡ് ഫോർ PhD. അതായത് നെറ്റ് എക്സാം എഴുതിയാൽ തന്നെ നെറ്റ് കിട്ടിയിട്ടുള്ള കുറച്ച് താഴെയാണ് നിങ്ങൾ. ഇപ്പൊ നെറ്റിന് 60% നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് 59% ആണ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ PhDക്ക് ക്വാളിഫൈഡ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. അപ്പം ഇപ്പൊ പോണ്ടിച്ചേരിയിൽ PhDക്ക് വിളിച്ചു. അപ്പൊ ആ PhDക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നെറ്റ് എഴുതിയിട്ട് നെറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും
PhD-യിൽ എലിജിബിൾ ഫോർ PhD അഡ്മിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഈ PhD എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നെറ്റിനും പണമൊന്നും കിട്ടൂല കേട്ടോ, ഫെലോഷിപ്പ് കിട്ടൂല. JRF-ന് മാത്രമാണ് എമൗണ്ട് കിട്ടുക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. ദെൻ JRF കട്ട് ഓഫിന് ജസ്റ്റ് മിസ്, ഇപ്പൊ 70% എന്നുള്ളത് 69% മിസ്സായ ആൾക്കാർക്ക് നെറ്റിന്റെ ബേസിൽ തന്നെ കിട്ടുന്ന വേറെ ഫെലോഷിപ്പാണ് NFOBC എന്നുള്ളത്, നാഷണൽ ഫെലോഷിപ്പ് ഫോർ OBC സ്റ്റുഡൻസ്. ഇത് OBC സ്റ്റുഡൻസിന് മാത്രമേ കിട്ടുള്ളൂ. ദെൻ NFST, നാഷണൽ ഫെലോഷിപ്പ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, NFSC, എനിക്ക് അങ്ങനത്തെ ഇതെല്ലാം ഈ സെയിം എമൗണ്ട് ഫെലോഷിപ്പ് ഉണ്ട്. പിന്നെ ഒരൊറ്റ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വിവേകാനന്ദ സിംഗിൾ ചൈൽഡ് ഫെലോഷിപ്പ് ഉണ്ട്. വീട്ടില് അമ്മയ്ക്കും അച്ഛനും ഒരൊറ്റ പെൺകുട്ടി, മീൻസ് വേറെ ഒരാളും ഇല്ല, ആകെ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഫെലോഷിപ്പും ഇതേ എമൗണ്ടിൽ തന്നെയാണ് കിട്ടുക. അതിന് എൻട്രൻസ് അല്ലാതെ നമ്മൾ പ്രപ്പോസൽ സെപ്പറേറ്റ് അയക്കണം. ഇതാണ് ഫെലോഷിപ്പുകൾ എക്സാം. പ്ലസ് ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു PhD-ക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ICSSR ഫെലോഷിപ്പിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഏത് ഏരിയയിലാണോ റിസർച്ച് ചെയ്യുന്നത്, റിസർച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിഗ്രിക്കും PG-ക്കും ചെയ്യുന്ന ഒരു അസൈൻമെന്റിന്റെ ഒരു വലിയ രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു എക്കണോമിയിലെ ഒരു ഇൻഫ്ലേഷനെ കുറിച്ചോ, നമ്മളിപ്പോ നിങ്ങൾ ഓരോ തിയറിയും പഠിക്കണില്ല, കൺസംഷൻ തിയറി അങ്ങനത്തെ കുറെ തിയറീസ് പഠിക്കില്ല. ആ തിയറിക്ക് ഒരു PhD തീസിസ് എന്ന് വേണമെങ്കിൽ ഒരു റിസർച്ച് വർക്കിന്റെ റിസൾട്ട് ആണ്. ആ ടൈപ്പ് റിസർച്ചിന് ആണ് ഞാൻ PhD എന്ന് പറയുന്നുണ്ടോ. PhD-ന്റെ ഔട്ട്പുട്ട് അങ്ങനത്തെ കുറച്ച് തിയറീസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഈ ICSR-ന്റെ ഇതിന് നമുക്ക് പ്രപ്പോസൽ, ഇപ്പോൾ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ പോണ്ടിച്ചേരിയോ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതൊരു സ്ഥലത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ICSR ഫെലോഷിപ്പിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് JRF-ന്റെ പോലെ 37,000 അല്ല, അത് 25,000 ഒറ്റേ ഉള്ളൂ കേട്ടോ. ഈ JRF തന്നെ ടോട്ടൽ 5 വർഷത്തിനാണ് കിട്ടുക. അതിൽ ആദ്യത്തെ 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ JRF നമുക്ക് SRF-ക്ക് കൺവേർട്ട് ചെയ്യാം. SRF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. അപ്പോൾ 37,000 എന്നുള്ളത് നമുക്ക് 42,000 ആയിട്ട് കിട്ടും. ഇതൊരു സാലറി പോലെ തന്നെയാണ് കിട്ടുക. പ്ലസ് ഒരു വർഷം നമുക്ക് ഈ ഫോട്ടോസ്റ്റാറ്റ്, ബുക്ക്, പ്രിന്റിങ് അതിനൊക്കെ ഒരു 20,000 രൂപ അഡീഷണൽ തരും. പിന്നെ കണ്ടിൻജൻസി ഫണ്ട് എന്നാണ് പറയുക. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ പുറത്ത് റൂം എടുത്ത്, ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്കല്ല നമ്മൾ പുറത്ത് റൂം എടുത്ത് നിൽക്കുകയാണെങ്കിൽ, ഇപ്പൊ പോണ്ടിച്ചേരിയിലാണെങ്കിൽ നമുക്ക് HRA 18%, ഏകദേശം 7,500 രൂപ പോണ്ടിച്ചേരിയിൽ കിട്ടും. ഇപ്പൊ നിങ്ങൾ ഡൽഹിയിലാണ് PhD ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 12,000 രൂപയാണ് കിട്ടുക. HRA സിറ്റികളുടെ വലിയ വലിയ സിറ്റികളിൽ കൂടുതൽ HRA കിട്ടും കേട്ടോ. ഇതാണ് ഫെലോഷിപ്പ്. പിന്നെ റിസർച്ചിൽ തന്നെ ഇപ്പൊ ഈ ഫെലോഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് PG കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദേശത്ത് പോകാം. അപ്പൊ ജർമ്മനിയിലൊക്കെ നല്ല സാധ്യതകളുണ്ട്. ഇപ്പൊ എന്റെ ഗൈഡിന്റെ കെയർ ഓഫിലൊക്കെ ഗോട്ടിങ്ങനിലൊക്കെ പോയിട്ട്, ഗോട്ടിങ്ങൻ എന്ന് പറഞ്ഞ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ PhD ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ അവിടെ പോകണം. അവിടെ പോയി കുറച്ച് എമൗണ്ട് ആവശ്യമുണ്ട്. പോയ PhD ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്കോപ്പ് വളരെയധികം വർദ്ധിക്കും. ഇതാണ് ടീച്ചിങ്, ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള സാധ്യതകൾ കേട്ടോ. നമ്മൾ BA MA അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ടീച്ചിങ്, ചിലവർക്ക് ടീച്ചിങ് തീരെ താല്പര്യം ഉണ്ടാവില്ല. കാരണം ടീച്ചിങ്ങിന്റെ പിന്നെ ഒരു ഗ്ലാമർ ആയിട്ടുള്ള, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ടീച്ചിങ്ങിൽ മാത്രമാണ് 2 മാസം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഏപ്രിൽ മെയ് മാസങ്ങളിലെ വെക്കേഷൻ. അങ്ങനെ വെക്കേഷന് ശനി ഞായർ കലണ്ടറിൽ റെഡ് ഉള്ള ദിവസങ്ങളിൽ മൊത്തം അവധി, ടൈമിങ് വളരെ കംഫർട്ടബിൾ ആണ്. അങ്ങനത്തെ ഒരു ഇതുള്ളത് ടീച്ചിങ്ങിന് മാത്രമാണ്. ഇനി ബാങ്കിങ് ആണെന്നുണ്ടെങ്കിൽ ടീച്ചിങ് താല്പര്യമില്ലാത്തവർക്ക് ബാങ്കിങ് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും, ബാങ്കിങ് കോച്ചിങ് ഉണ്ട്. നമുക്ക് BA കഴിഞ്ഞാൽ തന്നെ ബാങ്ക് കോച്ചിങ്ങിന് ഇറങ്ങാം. MA കഴിഞ്ഞ് കഴിഞ്ഞാലും ബാങ്ക് കോച്ചിങ്ങിന് ഇറങ്ങാം. പിന്നെ നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകാതെ അവിടെ നിർത്തിയിട്ട് കോച്ചിങ് തന്നെ ഫോക്കസ് ചെയ്യണം. അതാണ് ബെറ്റർ കേട്ടോ. ഏതൊക്കെ ബാങ്കിനാണ് ഫോക്കസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാങ്കിങ്ങിന് അവിടുത്തെ ലോവർ ആയിട്ടുള്ള ലെവൽ മുതൽ ഹൈ ലെവലിലേക്കുള്ള എക്സാം വരെ എഴുതാം. എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ദെൻ കുറച്ചും കൂടി ഗ്ലാമർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് RBI ഗ്രേഡ് B. RBI എല്ലാവർക്കും അറിയാലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഗ്രേഡ് B ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 പോസ്റ്റ് ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ജനറൽ എന്നുള്ളതുണ്ട്, DEPR ഉണ്ട്. ജനറൽ ഏത് ഡിഗ്രിക്കാർക്ക് വേണമെങ്കിലും എഴുതാം. DEPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് പോളിസി റിസർച്ച് ആണ്. അവിടെ MA എക്കണോമിക്സ് പഠിച്ചവർക്കുള്ള ഒരു നല്ല ഗ്ലാമർ പോസ്റ്റ് ആണത്. RBI ഗ്രേഡ് B എന്നുള്ളത് നല്ല ഹെവി അസിസ്റ്റന്റ്. ഞാൻ പറയാൻ മറന്നുപോയി,
നമ്മൾ കോളേജിലും ഇവിടെയൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഏകദേശം സാലറി സ്റ്റാർട്ടിങ് ഒരു 80,000 മുതൽ അവർ റിട്ടയർഡ് ആകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അസിസ്റ്റന്റ് പ്രൊഫസർക്ക് കിട്ടുന്നത് ഒരു 2.5 ലാക്ക് വരെയാണ് കേട്ടോ. 80,000 70 to 80 സ്റ്റാർട്ട് ചെയ്യും. റിട്ടയർഡ് ആകുമ്പോൾ പ്രൊഫസറായിട്ട് ഈ കോളേജിലെയൊക്കെ യൂണിവേഴ്സിറ്റിയിലെയൊക്കെ പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്, പിന്നെ അസോസിയേറ്റ് ആണ്, പിന്നെ പ്രൊഫസറാണ് ലാസ്റ്റ് സ്റ്റേജ്. ഏകദേശം ഒരു 15 കൊല്ലത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്രൊഫസർ ആകാം. പ്രൊഫസർ ആകുമ്പോൾ തന്നെ ഏകദേശം ഒരു 1.80 മുതൽ 1,80,000 മുതൽ 2.5 ലക്ഷമാണ് മാക്സിമം സാലറി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടുക കേട്ടോ. ഈ RBI ഗ്രേഡ് ബിയിൽ MA എക്കണോമിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ DPRൽ നമുക്ക് RBI ഗ്രേഡ് ബി ഓഫീസറായിട്ട് ചേരാൻ പറ്റുന്നതാണ്. അതിൽ നമുക്ക് അതിന് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ജോലി കിട്ടും. അതൊരു 3 സ്റ്റേജ് ആയിട്ടാണ് നടക്കുക. 1, 2, 3. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. നമ്മളിപ്പോ MA എക്കണോമിക്സിന് പഠിക്കുന്ന സെയിം സിലബസ് നമ്മൾ കേരളത്തിൽ ഇഗ്നോന്റെ അതേ സിലബസ് അല്ലെങ്കിൽ കേരളത്തിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന അതേ സിലബസ് എന്നുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കേരളത്തിൽ എല്ലായിടത്തും സെന്ററുകളുണ്ട്, കോഴിക്കോടും കൊച്ചിയിലൊക്കെ സെന്റർ ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ആ ഡിസ്ക്രിപ്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് ഇതേപോലെ മെയിൻ എക്കണോമിക്സ് ആയിട്ടുള്ള എക്കണോമിക്സ് റിലേറ്റഡ് തന്നെയാണ്. ഡിസ്ക്രിപ്റ്റീവ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂ ഇത് 3 പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആ ജോലി കിട്ടും. ആ ജോലിയുടെ സാധ്യത സ്റ്റാർട്ടിങ് സാലറി ഏകദേശം 80,000-90,000 മുതൽ തുടങ്ങും. പ്ലസ് നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പൊസിഷൻ മാറിയിട്ട് നമുക്ക് RBIന്റെ കുറെ പൊസിഷൻസ് വിദേശത്തൊക്കെ ഉണ്ട്. ഖത്തറിൽ ഇപ്പോ എന്റെ ഗൈഡിന്റെ ഫ്രണ്ട് ഖത്തറിൽ RBIയിലെ എന്തൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. RBI ഗ്രേഡ് ബി ആയിട്ട് പോയ ആളാണ്, DPRൽ പോയ ആളാണ്. അയാൾക്ക് വാർഷിക വരുമാനം 3 crore ആണ്. 3 crore ആണ് ഒരു വർഷത്തെ അയാളുടെ പാക്കേജ്. 3 crore ഖത്തറിൽ. പിന്നുള്ളത് സെബി ആണ്. സെബി ഇത് ഈസി ആയിട്ട് പഠിച്ചു പോകാവുന്നതാണ് കേട്ടോ. നമുക്ക് ഈ RBI ഗ്രേഡ് ബി വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ്, അവിടെ ഇതേപോലെ ഗ്രേഡ് ബിയില് സെയിം ലെവല് പേ സ്കെയിലുള്ള ജോലികളുണ്ട്. ദെൻ നബാർഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ബാങ്ക് ആണ്. അവിടെ ഇതേപോലെ ഗ്രേഡ് ബി ഓഫീസർ ഉണ്ട്. ഏകദേശം ഇതാണ്. ഇതിൽ ഈ RBI ഗ്രേഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടി ഗ്ലാമർ പോസ്റ്റ് ആണ്. പെർക്സ് കൂടുതലാണ്. ഇപ്പൊ സ്വന്തമായിട്ട് വണ്ടി, അങ്ങനെ കുറച്ച് സ്ട്രെസ് കുറച്ചുണ്ടാവും. പക്ഷെ സെറ്റാണ്, ഭയങ്കര റെസ്പെക്റ്റും കാര്യങ്ങളും. മുംബൈ ആണ്. നല്ല നല്ല ലൈഫ് സ്റ്റൈൽ കിട്ടുന്ന ഒരു ജോലിയാണ് കേട്ടോ. ഇതെല്ലാം ബാങ്കിങ്ങിലെ ഏറ്റവും ടോപ്പ് എന്ന് വേണമെങ്കിൽ RBI ഗ്രേഡ് ബി ജോലി എന്ന് പറയാം. പിന്നെ നമ്മൾ അതിന്റെ പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ല പോസ്റ്റ് ആയിട്ട് നമുക്ക് വിരമിക്കാവുന്നതാണ്. ദെൻ നോർമലി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നിങ്ങൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന പോലെ എക്കണോമിക്സ് MA എക്കണോമിക്സ് 55% ഉള്ള ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന വളരെ പ്രസ്റ്റീജിയസ് ആൻഡ് ഗ്ലാമർ പോസ്റ്റ് ആണ് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് എന്നുള്ളത്. ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് ക്ലിയർ ചെയ്തു എന്നുണ്ടെങ്കിൽ RBI ഗ്രേഡ് ബിന്റെ കാട്ടിലും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു പടി എന്ന് പറഞ്ഞാൽ ജോലിക്ക് വ്യത്യാസമുണ്ട്. ഈ ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വളരെ എക്കണോമി ആയിട്ട് ഇൻവോൾവ് ചെയ്ത് ഡെവലപ്മെന്റുമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതും ഇതേപോലെ 3 സ്റ്റേജ് ആണുള്ളത്. RBI ഗ്രേഡ് ബിയിൽ പോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ്, മെയിൻ എക്സാമിനേഷൻ, ദെൻ ഇന്റർവ്യൂ. ഇതിന്റെ ബേസിലാണ് എടുക്കുക. IAS കിട്ടുന്ന അതേ റാങ്കിങ് തന്നെയാണ് ഏകദേശം ഇന്ത്യൻ എക്കണോമിക് സർവീസുകാരും കിട്ടുന്നത്. നല്ല സാലറിയാണ്, നല്ല പെർക്സ് അതിന് കിട്ടുന്ന, സ്വന്തമായിട്ട് കാറ്, റൂം, മീൻസ് ഫെസിലിറ്റീസ് വളരെ റെസ്പെക്റ്റും കിട്ടുന്ന ഒരു ജോലിയാണ് കേട്ടോ അത്. ഇത് കേരളത്തിൽ നിന്ന് ക്രാക്ക് ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് എക്സാം ലെവൽ 2 വരെ ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. നല്ല പ്രിപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, ഈസി അല്ല, കുറച്ച് എഫേർട്ട് എടുത്താൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടത്. പിന്നെ നമുക്കുള്ളത് റിസർച്ച് ഓഫീസർ എന്നുള്ളൊരു പോസ്റ്റ് ആണ്. MA എക്കണോമിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിസർച്ച് ഓഫീസർ, അതെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബോർഡിലും സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലും ഉള്ള പോസ്റ്റാണ്. അത് കേരളത്തിലും കിട്ടും, സെൻട്രലിലും കിട്ടും. ഒബ്ജക്റ്റീവ് ടൈപ്പ് മാത്രമാണ്. എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ഇന്റർവ്യൂ ഉള്ളൂ. ഇന്റർവ്യൂവിൽ അങ്ങനെ വല്ലാണ്ട് സ്വാധീനിക്കില്ല. നല്ല രീതിയിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് കിട്ടുന്നതും നല്ല പൊസിഷനാണ്.
ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ്, ഇത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ്. എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. ഏകദേശം 35,000 മുതൽ സ്റ്റാർട്ടിംഗ് ആണ് സാലറി. നല്ല പൊസിഷനാണ്, കേരളത്തിൽ കിട്ടുന്ന ജോലിയാണ്. കേരളത്തിൽ ജസ്റ്റ് നന്നായിട്ടൊരു ഇപ്പൊ സെറ്റ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെറ്റ് ക്ലിയർ ചെയ്യാനുള്ള കാലിബർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, കാലിബർ ഇല്ല എന്നല്ല, നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതും പാസ്സാവുന്നതാണ്. പിന്നെ PSCന്റെ എക്സാമുകൾ, ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള PSC എക്സാം ഏത് എഴുതാനും എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് കിട്ടും. കാരണം നമ്മൾ മാത്സ് പഠിക്കുന്നുണ്ട്, സ്റ്റാറ്റ് മീൻസ് എക്കണോമെട്രിക്സ്, സ്റ്റാറ്റ് അങ്ങനത്തെ എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടി ഇതാകാം. പിന്നെ ഈ എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ IMF ജോലി ഓപ്ഷൻസ് ഉണ്ട്, വേൾഡ് ബാങ്കിലുണ്ട്, UN പ്രൊജക്ട്സ് ഇന്ത്യയിലൊക്കെ ചെയ്യുമ്പോൾ അതിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തമിഴ്നാട്ടിലെ UNന്റെ ഇത് ചെയ്യുന്നത് ഒരാളുണ്ട്. അയാള് PG കഴിഞ്ഞ് പിന്നെ ഏതോ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്ത്, പിന്നെ അങ്ങനെ യാദൃശികമായിട്ട് അയാൾക്ക് ഒരു 10 കൊല്ലം ഒരു NGO വർക്ക് ചെയ്ത്, അതിനുശേഷം അയാൾക്ക് UN ജോലി കിട്ടിയത്. അയാൾക്കും ഇതേപോലെ നല്ല സാലറി, 4 കോടിയോ എത്രയാണ് ഒരു പാക്കേജ് എന്ന് പറയുന്നത്. പിന്നെ ഫുള്ള് ഇന്നോവ കാറ് കാര്യങ്ങള് അതൊക്കെ കിട്ടും. അയാളുടെ പേര് ഞാൻ മറന്നുപോയി. ഇവിടുത്തെ സാറിന്റെ ഫ്രണ്ടാണ് അയാൾ. പേര് ഞാൻ മറന്നുപോയി. ബാലൻ അങ്ങനെ എന്താണ് അയാളുടെ പേര്, തമിഴാണ്. ദെൻ ഇപ്പത്തെ കുറച്ചും കൂടി ഇതൊക്കെ ഞാൻ ട്രഡീഷണലും നിലവിൽ ലെവലിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളതും ഉള്ളൊരു ജോലി സാധ്യതകളാണ്. ഇനി ഇപ്പത്തെ ടൈമിൽ നമ്മളെ മോഡേൺ ഇറയിലുള്ള നമുക്കൊരു എക്കണോമിക്സും BA എക്കണോമിക്സ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്കിൽ ഡെവലപ്മെന്റും കൂടി, അത് സ്കിൽ ഡെവലപ്മെന്റ് ഞാൻ പറയാം, ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുള്ള ഒരു ഓപ്ഷനാണ് എക്കണോമിക് കൺസൾട്ടന്റ്. ഇപ്പൊ കുറെ ആൾക്കാരുടെ അടുത്ത് ക്യാഷും കാര്യങ്ങളും ഉണ്ടാവും. അവർക്ക് എങ്ങനെയാണ് മാർക്കറ്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് അറിയണ്ടാവില്ല, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എങ്ങനെ ചെയ്യാന്ന് അറിയില്ല. അപ്പൊ നമുക്കത് അറിയാന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് കൺസൾട്ടന്റ് ആവാം, അയാൾക്ക് കൺസൾട്ടേഷൻ കൊടുക്കാം. ഇത് പിന്നെ മൾട്ടിനാഷണൽ കമ്പനീസിൽ എക്കണോമിക് കൺസൾട്ടന്റ് ഉണ്ട്, അങ്ങനെ പ്രൊജക്റ്റുകളിൽ എക്കണോമിക് കൺസൾട്ടന്റ് ഉണ്ട്, എങ്ങനെയാണ് പണം വിനിയോഗിക്കേണ്ടത്, പ്ലാനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ നല്ല ഇത് മൂന്നും ആ ഒരു ലോജിക്കിൽ വർക്ക് ചെയ്യുന്നതാണ്. നല്ല സാലറി പേയ്മെന്റ് കിട്ടുന്നതാണ് കേട്ടോ ഈ കൺസൾട്ടിങ്, എക്കണോമിക് അഡ്വൈസർ എന്നൊക്കെ പറയുന്ന പോലെ. ഇപ്പൊ ഗവൺമെന്റിന് പ്രധാനമന്ത്രിക്ക് എക്കണോമിക് അഡ്വൈസർ ഉണ്ട്, നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ട്, ഫിനാൻസ് മിനിസ്റ്റർക്ക് ഉണ്ട് എക്കണോമിക് അഡ്വൈസർ. അപ്പോൾ അതൊക്കെ നല്ല പോസ്റ്റാണ്, എക്കണോമിക്സ് പഠിച്ച ആൾക്കാർക്കുള്ള പോസ്റ്റാണ്. ദെൻ കേരളത്തിലേക്ക് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലുള്ള മെമ്പേഴ്സ് ഒക്കെ എക്കണോമിക്സ് പഠിച്ച ആൾക്കാരാണ്. അവിടെയൊക്കെ നല്ല സാലറിയാണ് അവർക്ക് കിട്ടുക. അത് എക്കണോമിക്സ് അതിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് കിട്ടുന്നതല്ല, നമുക്ക് പൊളിറ്റിക്കൽ ഇപ്പോൾ ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത് അതുമായിട്ട് ചായ്വുള്ള ആളുകൾക്കാണ് ഫിനാൻസ് കമ്മീഷൻ ആവുന്നതും കമ്മീഷൻ മെമ്പേഴ്സും ഒക്കെ ആ രീതിയിൽ തന്നെയാണ് കേട്ടോ വരിക. പക്ഷെ ക്വാളിഫിക്കേഷൻ എക്കണോമിക്സിൽ അറിയുക എന്നുള്ളതാണ്. അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പേരാണ് ഇപ്പൊ നമ്മളെ ഫിനാൻസ് മിനിസ്റ്ററുടേതായിട്ടുണ്ടായിരുന്ന ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻസ് ഒക്കെ, ഈ അരവിന്ദ് പനഗാരി അങ്ങനത്തെ ആൾക്കാരൊക്കെ അതൊക്കെ നല്ല സാലറി ഉള്ള പോസ്റ്റാണ്. നല്ല എക്കണോമിക്സ് അറിഞ്ഞാൽ മതി, നല്ല അറിയണം. ദെൻ എക്കണോമിസ്റ്റുകൾക്ക് വേണ്ട ഇതിനൊക്കെ വേണം. നമ്മളെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വേറെ ആൾ നമ്മളെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്കില്ല് വേണമല്ലോ. അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഇപ്പൊ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളുള്ള ഒരു ഫീൽഡാണ് എക്കണോമെട്രിക്സ് പഠിച്ച ആൾക്കാർക്ക്. അതിൽ ഡാറ്റ അനലിസ്റ്റ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ട്, അത് പഠിക്കൽ നിർബന്ധമാണ്. എക്കണോമെട്രിക്സ് നന്നായിട്ട് പഠിക്കണം. എക്കണോമിക്സ് ശരിക്ക് മാത്തമാറ്റിക്കല് അല്ല, അത്രയ്ക്ക് എക്സ്ട്രീം കുറേ ഇന്ത്യത്തെ കുറേ ഇഷ്യൂസിനെ നമുക്ക് നോർമലായിട്ട് നേരിടാം. പക്ഷേ ഇപ്പോൾ എക്കണോമെട്രിക്സ് ഉള്ള ആൾക്കാർക്ക് ജോലി സാധ്യത വളരെ കൂടുതലാണ്. എക്സ്പെഷ്യലി ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്നുള്ളൂ, തമിഴ്നാട്ടിലൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, SRM യൂണിവേഴ്സിറ്റി, ദെൻ ബാംഗ്ലൂർ ആണെങ്കിൽ ക്രൈസ്റ്റ്, ദെൻ നിങ്ങൾക്കറിയാം ജെയിൻ യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. പിന്നെ അശോക യൂണിവേഴ്സിറ്റി, അശോക നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. ജെയിന്, പിന്നെ ബിറ്റ്സ്, പിലാനി, അവിടങ്ങളിലൊക്കെ നമ്മൾ എക്കണോമിക്സ് MA എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് കിട്ടും. അവിടെ 80,000 to 1,00,000 വരെയൊക്കെ സ്റ്റാർട്ടിങ് സാലറി കിട്ടും. പക്ഷെ നമുക്ക് മാത്തമാറ്റിക്കല് എക്കണോമെട്രിക്സും ഡാറ്റ അനാലിസിസും നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചാൻസ് ആണ്. അശോകയില് ഇത് അറിയില്ലെങ്കിലും ഡെവലപ്മെന്റിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നുണ്ടെങ്കിൽ, ഡിസ്ക്രിപ്റ്റീവ് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ജോലി സാധ്യത ഉണ്ട്. ദെൻ ഫിനാൻഷ്യൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിൽ കുറച്ച് ട്രേഡിങ്ങിനെ കുറിച്ച് അറിയണം. ഇപ്പൊ നമുക്കറിയാം, നിങ്ങൾ ഈ ഗ്രോ ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അപ്പ് സ്റ്റോക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം. നിങ്ങൾക്ക് അത് സ്റ്റോക്കിനെ കുറിച്ച് ബേസിക് മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് എന്താണ്, SIP, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം, നല്ലതാണ്. റിസർച്ചിനെ കുറിച്ചും ഡെവലപ്മെന്റിനെ കുറിച്ചും ഐഡിയ ഉണ്ടാക്കി വെക്കുക.
ദെൻ ബിസിനസ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ് എന്താണ് അത്, ഈ നമ്മളെ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, പത്രം വായിക്കുക. ബിസിനസ് ലൈന് എന്നുള്ള പത്രമുണ്ട്. ഈ എക്കണോമിക്സിനെ കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബിസിനസ് ലൈൻ വായിച്ചാൽ മതി. അത് ഹിന്ദുവിന്റെ തന്നെ ഒരു ഇതാണ് ബിസിനസ് ലൈൻ, അത് വായിക്കണം നല്ലതാണ്. പ്ലസ് പത്രം വായിക്കണം നല്ലതാണ്. പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഡിറ്റോറിയൽ വായിക്കണം എന്നല്ല, പത്രത്തിന്റെ ഫ്രണ്ടത്തെ 1-2 ന്യൂസ് ഡെയിലി വായിക്കുന്നത് നല്ലതാണ്. നിങ്ങളെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകും, വെക്കാബുലറി ഇമ്പ്രൂവ് ആകും കേട്ടോ. നന്നായിട്ട് അത് നോക്കുക. എക്കണോമെട്രിക്സ് പഠിക്കാനും നിങ്ങൾക്ക് ഒന്ന് ഇവിടുന്ന് ഈ ഇഗ്നോയിന്റെ കൂടെ തന്നെ പഠിക്കുക, ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളെല്ലാം ഫോളോ ചെയ്യുക. 2, നിങ്ങൾക്ക് NPTEL എന്നുള്ള IIT പ്രൊഫസർമാരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു NPTEL എന്നുള്ള യൂട്യൂബിൽ ഒരു ചാനലുണ്ട്. അതിൽ അത്യാവശ്യം കുറേ കോഴ്സുകൾ എക്കണോമെട്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അതിൽ സംപൂജ് കുമാർ IIT മദ്രാസിലെ സാംപൂജ് കുമാർ മണ്ഡൽ അങ്ങനെ ഒരു പേരുണ്ട്. അദ്ദേഹത്തിന്റെ എക്കണോമെട്രിക്സിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആണ്, നല്ല പെർഫെക്റ്റ് ക്ലാസ് ആണ്. അത് ബേസിക്കും ഉണ്ട്, അഡ്വാൻസ്ഡ് എക്കണോമെട്രിക്സും ഉണ്ട്. അതേപോലെ കുറെ ഈ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ലെവലിൽ വീഡിയോ കണ്ട് പഠിക്കാനൊക്കെ അങ്ങനത്തെ NPTEL എന്നുള്ള ഇതും, പ്ലസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഡിപ്ലോമ ഒക്കെ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിലും സൈഡ് വൈസ് ഇത് പഠിക്കുന്നതിന്റെ കൂടെ ഡിപ്ലോമ എടുക്കണമെന്നുണ്ടെങ്കിൽ NPA സ്വയം പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഡിപ്ലോമ ഒക്കെ എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഡാറ്റയെ കുറിച്ച് ബിഗ് ഡാറ്റ അനാലിറ്റിക്സ് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി സാധ്യത ഉണ്ട്, എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത്. ദെൻ കൺസൾട്ടിങ് നമ്മൾ പറഞ്ഞു. കമ്പനി അഡ്വൈസർ, ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ എക്കണോമിക് അഡ്വൈസർ ആയിട്ടും ഗവൺമെന്റിനും എക്കണോമിക് അഡ്വൈസർ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ദെൻ ഈ AI ആൻഡ് മെഷീൻ ലേണിംഗ് എന്നുള്ള സാധനങ്ങൾ അതും പഠിച്ചു വെക്കണം, സ്വായത്താക്കണം നല്ലതാണ്. ദെൻ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് എക്കണോമിക്സിൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് പോകുന്നുണ്ട്. അപ്പോൾ എക്കണോമിക്സ് പഠിക്കുക, എൻവയോൺമെന്റൽ എക്കണോമിക്സും കുറച്ചൊക്കെ ഫോക്കസ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. കാരണം അതിനുള്ള ചാൻസും എൻവയോൺമെന്റൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട് എൻവയോൺമെന്റൽ എക്കണോമിസ്റ്റുകൾക്ക്. കാരണം ഇപ്പോൾ രാജ്യങ്ങൾ ഡെവലപ്മെന്റിന്റെ ബേക്കിൽ പോകുമ്പോൾ എൻവയോൺമെന്റ് ഡിഗ്രഡേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റഡികൾക്ക് ഇപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സ്കില്ല് കൂട്ടാനുള്ള ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി എന്നുള്ള പോലെ ചാർട്ടേഡ് ഫിനാൻസ് അക്കൗണ്ടന്റ്, ദെൻ ഫിനാൻസ് റിസ്ക് മാനേജ്മെന്റ്, മോണിറ്ററിങ്, ദെൻ അതൊക്കെ ഒരു ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ ആ രീതിയിൽ ക്ലിയർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ എക്കണോമെട്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതും ബിഗ് ഡാറ്റ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുമായിട്ടുള്ള ആർ പ്രോഗ്രാം എന്നുള്ളത്, ആർ സോഫ്റ്റ്വെയറിനെ കുറിച്ചും അതിലെങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നുള്ളതും, പൈത്തോൺ എന്നുള്ളത്, സ്റ്റാറ്റ പൈത്തോൺ 6 ഫ്രീ ആണ്, ബാക്കിയൊക്കെ പെയ്ഡ് ആണ്. ഇതിനെക്കുറിച്ച് പഠിക്കാം. പിന്നെ വ്യൂസ് എക്കണോമെട്രിക് വ്യൂ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. വ്യൂസ് എക്കണോമെട്രിക് പാനൽ ഡാറ്റ ഒക്കെ ചെയ്യാൻ നല്ലതാണ്. അതൊക്കെ ഡാറ്റകളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചു വരുന്നുള്ളൂ. പക്ഷേ ഈ സോഫ്റ്റ്വെയറെ കുറിച്ച് ബേസിക് 6 പൈത്തൺ, സ്റ്റാറ്റ, വ്യൂസ്, ദെൻ നമ്മളെ എക്സലിലെ എല്ലാം ഡാറ്റ ടൂൾ പാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണത് എന്നുള്ളതൊക്കെ പഠിക്കുക. പിന്നെ എക്സലിനെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്, അത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ദെൻ ഇതിൽ കൂടാതെ SPSS എന്നുള്ളൊരു SPSS ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ്. നമ്മൾ പ്രൈമറി ഡാറ്റ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഡാറ്റ എൻട്രി ഒക്കെ ചെയ്യാൻ എക്സലും SPSS നല്ലതാണ് കേട്ടോ. പിന്നെ ഇന്റേൺഷിപ്പുകൾക്കുള്ള സാധ്യതകൾ, നമ്മൾ PG കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്റേൺഷിപ്പുകൾ, പ്രൊജക്ട് വർക്കിൽ ഇപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇപ്പോൾ ഇവിടെ തന്നെ ഇവിടുത്തെ HODന്റെ കീഴിൽ 1-2 പ്രൊജക്ട് ഉണ്ട്. അപ്പോൾ ആ പ്രൊജക്റ്റിൽ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട്, റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് കയറാം, അത് നല്ല പേയ്മെന്റ് ഉള്ളതാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്സ് ഇത് പഠിക്കുന്നതോടെ നെറ്റ്വർക്ക് ഉണ്ടാക്കുക. എവിടെയെങ്കിലും നാഷണൽ സെമിനാർസ്, നിങ്ങളിപ്പോൾ എവിടെയെന്ന് എനിക്കറിയില്ല, ഏതെങ്കിലും ജില്ലകളിലാണെന്നുണ്ടെങ്കിൽ ആ ജില്ലകളിലൊക്കെ നടക്കണ കോൺഫറൻസുകൾ പോവുക. പിന്നെ കേരള എക്കണോമിക് അസോസിയേഷൻ എന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ടെലഗ്രാം ഉണ്ട്, KEA, അതിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. KEAയിൽ മെമ്പർഷിപ്പ് എടുക്കുക. ഇന്ത്യൻ ഇക്കണോമിക് അസോസിയേഷൻ എന്നുള്ളൊരു കോൺഫറൻസ് ഇയർലി നടക്കാറുണ്ട്. ഇന്ത്യൻ ഇക്കണോമിക്സ് അസോസിയേഷൻ, അത് ഓൾഡസ്റ്റ് എക്കണോമിക് അസോസിയേഷൻ ആണ്. അതിൽ നിങ്ങൾക്ക് സെമിനാറും PGക്ക് ഒക്കെ പഠിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് കൊടുത്തൊരു സെമിനാർ ഒക്കെ പ്രസന്റ് ചെയ്യാവുന്നതാണ്. കേരള എക്കണോമിക് അസോസിയേഷന്റെ പ്രോഗ്രാമുകൾ എല്ലായിടത്തും നടക്കാറുണ്ട്. ഈ അടുത്ത്
പിന്നെ ബഡ്ജറ്റ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക. ഓരോ അടുത്തടുത്തുള്ള കോളേജിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ സെമിനാറിലും അതിലും പങ്കെടുക്കുക. പ്ലസ് വാട്സപ്പിലും ടെലഗ്രാമിലുള്ള എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്ത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മളെ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അത് നല്ല രീതിയിൽ ഒരു CV തയ്യാറാക്കുക. റെസ്യൂമെ എക്കണോമിക്സിനെ നിങ്ങളുടെ കാപ്പബിലിറ്റി എന്നുള്ള പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ തയ്യാറാക്കുക. പിന്നെ കവർ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൂടെ ഒരു ആപ്ലിക്കേഷനോ കാര്യങ്ങളോ കൊടുക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഒരു സാധനമാണ് കവർ ലെറ്റർ. ദെൻ ഇപ്പോൾ ഒരു നിങ്ങളെ ഇന്റർവ്യൂവിന് ഒക്കെ ഒരു ജോബ് അപ്ലിക്കേഷൻ പ്രൈവറ്റ് സെക്ടറിൽ ജോബ് അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അത് ഇന്റർവ്യൂ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ പ്രിപ്പയർ ചെയ്യുക. ബേസിക് കോൺസെപ്റ്റുകൾ നല്ല ക്ലിയർ ചെയ്യുക. ദെൻ കമ്മ്യൂണിക്കേഷനും ടീം ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ CV ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എക്കണോമെട്രിക്സ് അറിയാം ഇതറിയാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ ഹയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പ്ലസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ നമുക്ക് ഈസി ആയിട്ട്. ലാംഗ്വേജ് ഇപ്പോൾ നിങ്ങളുടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല, ഇപ്പൊ മലയാളം ഇംഗ്ലീഷ് അങ്ങനത്തെ ലാംഗ്വേജ് ബാരിയറിനെ കുറിച്ചൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമല്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ആകും. നമ്മുടെ കോൺസെപ്റ്റും ഐഡിയയും ക്ലാരിറ്റി, നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് ക്ലാരിറ്റി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതാണ് മേജർ ആയിട്ടുള്ള കരിയർ ആൻഡ് മീൻസ് എക്കണോമിക്സിലുള്ള തൊഴിൽ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് കരിയർ അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസും തൊഴിൽ എംപ്ലോയ്മെന്റ് പ്ലസ് എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ ഡെവലപ്മെന്റിന്റെ ഓപ്ഷൻസ് ആണ് ഞാൻ കവർ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കേട്ട നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞതൊക്കെ ഒരു ഫ്ലോ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാറ് വളരെ വ്യക്തമായിട്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്കണോമിക്സിന്റെ ബേസ് തൊട്ട് അങ്ങോട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ജോലി സാധ്യതകൾ ഏതൊക്കെ മേഖലകളിലാണ്, അതിന്റെ സാലറി പാക്കേജുകൾ അടക്കം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഇപ്പൊ വിചാരിക്കുന്നു, കാരണം ആരും ഒന്നും ചോദിക്കുന്നൊന്നും ഇല്ല. അപ്പം ഏകദേശം ഒരു ധാരണ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോ തുടക്കത്തിൽ പറയാൻ ഞാൻ വിട്ടുപോയി, നമ്മുടെ കൂടെ വേറെയും മെന്റേഴ്സിന് നിങ്ങളുടെ സ്വന്തം മെന്റർ ആയിട്ടുള്ള തെർസീൻ മാം ഉണ്ട്. അതേപോലെ തന്നെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നൂറ മാം ഉണ്ട്. അപ്പം അവർക്ക് ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ അഖിൽ സാറിനും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വളരെ വ്യക്തമായിട്ട് ഒരു സെഷൻ എടുത്തു തന്നതിന് ഹ്യൂജ് താങ്ക്സ്. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ ജോയിനിങ് ഓൾ. താങ്ക് യു. സോ ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ തെർസീൻ മാം? അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സെഷൻസിലും നമ്മൾ ഒരു ഫൈനലി ഒരു ആക്ഷൻ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു സെഷൻ കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സെഷനിലും നിങ്ങൾക്ക് ആക്ഷൻ ടാസ്ക് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ 8ാമത്തെ സെഷനിലുള്ള ഒരു ആക്ഷൻ ടാസ്ക് ആണ്. അപ്പൊ അതിലെ ഇൻസ്ട്രക്ഷൻസ് യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ മെന്റർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ. ഈ ഒരു PDF നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ അതിലുള്ള നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ എനി വൺ ഒക്യുപ്പേഷൻ, നിങ്ങൾ ആരായി തീരണം എന്ന് ആഗ്രഹിക്കുന്നതിനുള്ള ഒരു ഒക്യുപ്പേഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കുക. അത് എന്തിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിട്ട് പരിചയം ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫീൽഡ്, ഒരു ഒക്യുപ്പേഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനെ പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ട്, അതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ആ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇന്റർനെറ്റിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം, ഒരു ഒക്യുപ്പേഷൻ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ പലർക്കും പല ബൾബും കത്തിയിട്ടുണ്ടാവും അല്ലെ, ഇങ്ങനെ പോയാലോ ഈ വഴിക്ക് പോയാലോ എന്നൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ടാവും. ചിലർക്കൊക്കെ ഓൾറെഡി എന്തെങ്കിലും ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഉള്ളിൽ വെച്ചിട്ടായിരിക്കും ഇപ്പൊ ഒരു ഡിഗ്രി ഓർ PG എടുക്കാൻ വന്നിട്ടുണ്ടാവാം. അപ്പൊ എന്തായാലും നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണെങ്കിൽ അതല്ല പുതിയ എന്തെങ്കിലും ഐഡിയാസ്
പുതിയ എന്തെങ്കിലും വഴി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം ഒന്ന് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർനെറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ കിട്ടാവുന്ന എല്ലാ ഫൈൻഡിങ്സും നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് അത് നിങ്ങളുടെ മെന്റർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വേറൊന്നിനുമല്ല, നമ്മുടെ ഭാവി ഒന്നും കൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവണം അല്ലെ. നമ്മുടെ ഭാവി അല്ലെങ്കിൽ ഭാവിയെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു ആക്ഷൻ ടാസ്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു. അഖിൽ സാർ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ഇല്ല, താങ്ക് യു. ലേൺ വൈസ് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻസിന്. ഇത് കീപ്പപ്പ് ചെയ്യുക. കാരണം കരിയർ ഇപ്പോൾ നോർമലി നമ്മൾ പഠിക്കുമ്പോൾ കുട്ടികൾ PG BA പഠിച്ചു കഴിഞ്ഞാൽ എന്താന്നുള്ളത് വല്ലാണ്ട് ഐഡിയ അല്ല. നിങ്ങൾ അതിനെ പക്ക എന്താ പറയാ വിടാതെ പിന്തുടർന്ന് ബൂസ്റ്റ് ചെയ്യണം. സ്റ്റുഡൻസ് നല്ല രീതിയിൽ എത്തണം എന്നുള്ളൊരു ഇതുണ്ട്. ആ ഒരു സ്പിരിറ്റിന് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്തായാലും ജോയിൻ ചെയ്തതിൽ താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് സെഷൻ വരുന്നത് ഹാപ്പിനെസ് അംബാസഡറിന്റെ ഒരു സെഷനാണ്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മൾ ലേൺ വൈസിന്റെ ഫീച്ചേഴ്സിനെ പറ്റി പറഞ്ഞപ്പോൾ ഹാപ്പിനെസ് അംബാസഡർ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ എക്സ്ക്ലൂസീവ് കൗൺസിലർ ആണ്. ഫോർ ലേൺ വൈസ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കൗൺസിലർ ആണ്. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന മെന്റൽ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും കമ്മിങ് സെഷൻ. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള സെഷൻസിലും ഇതേപോലെ തന്നെ ജോയിൻ ചെയ്യുക. ഗുഡ് നൈറ്റ് ഓൾ.